മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മെമ്മറി കാർഡ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണുകയാണെങ്കിൽ എങ്ങനെ സ്വന്തമായിട്ട് ഒരു മെമ്മറി കാർഡ് നിർമ്മിച്ചെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു നോളജും നിങ്ങൾക്ക് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇത് പല കാലഘട്ടങ്ങളിലായിട്ട് ഉപയോഗിച്ചിരുന്ന ഡാറ്റ സ്റ്റോറേജ് ഡിവൈസസ് ആണ്. ഈ ബ്ലാക്ക് പ്ലാസ്റ്റിക് ഡിസ്ക് എന്ന് പറയുന്നത് വൈനൽ റെക്കോർഡാണ്. ഗ്രാമഫോൺ റെക്കോർഡ്, LP റെക്കോർഡ് എന്നും ഇതിനെ പറയുന്നു. അടുത്തതായിട്ടാണ് കാസറ്റ് ടേപ്പുകൾ. ഗ്രാമഫോൺ റെക്കോർഡിന് ശേഷമാണ് ഇത് വന്നത്. ഓഡിയോയ്ക്കും വീഡിയോയ്ക്കും വേണ്ടി പ്രത്യേകതരം കാസറ്റ് ടേപ്പുകൾ നിലവിലുണ്ടായിരുന്നു. ഈ കാണുന്ന ചെറിയ ടേപ്പ് എന്ന് പറയുന്നത് ഹാൻഡി ക്യാംകോഡർ ക്യാമറകളിൽ ഉപയോഗിച്ചിരുന്ന ടേപ്പാണ്. ഓഡിയോയും വീഡിയോയും ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ടാണ് വീഡിയോ കാസറ്റ്. ഏകദേശം 2.5 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ ദൈർഘ്യമുള്ള ഒരു വീഡിയോ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ടേപ്പാണിത്. കാസറ്റ് ടേപ്പുകൾക്ക് ശേഷം വന്ന സ്റ്റോറേജ് ഡിവൈസാണ് CD-യും DVD-യും. ഈ ഒരു DVD-യിൽ 4.7 GB ഡാറ്റ വരെ സൂക്ഷിക്കാനാകും. CD-ക്ക് ശേഷം നിലവിൽ വന്നതാണ് മെമ്മറി കാർഡ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് ആണ്. മെക്കാനിക്കൽ ഡ്രൈവറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ CD-യും DVD-യും കാസറ്റും ഒക്കെ വർക്ക് ചെയ്യുകയുള്ളൂ. എന്നാൽ മെമ്മറി കാർഡ് പ്രവർത്തിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള മെക്കാനിക്കൽ ഡ്രൈവറുകളുടെയും ആവശ്യമില്ല. ഇവിടെ ഞാനൊരു കാസറ്റും മെമ്മറി കാർഡും എടുത്തിട്ടുണ്ട്. ഈ ഒരു കാസറ്റിൽ അനലോഗ് ഡാറ്റയാണ് സൂക്ഷിക്കുന്നത്. എന്നാൽ മെമ്മറി കാർഡിൽ സൂക്ഷിക്കുന്നത് ഡിജിറ്റൽ ഡാറ്റയാണ്. അനലോഗ് ഡാറ്റയെ നമ്മൾ സാധാരണയായി റെപ്രസെൻ്റ് ചെയ്യുന്നത് സൈൻ വേവിലാണ്. സൈൻ വേവിൽ സമയം പോകുന്തോറും അതിൻ്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. സ്ക്വയർ വേവിലാണ് ഡിജിറ്റൽ ഡാറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഡിജിറ്റൽ ഡാറ്റ എന്താണെന്ന് നോക്കാം. ഡിജിറ്റൽ ഡാറ്റ എന്ന് പറയുന്നത് അതിൽ 2 വാല്യൂ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, 0 ആൻഡ് 1. ഈ 2 വാല്യൂ മാത്രമാണ് ഡിജിറ്റൽ സ്റ്റോറേജുകളിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഉപയോഗിക്കുന്നത് ബൈനറി നമ്പർ സിസ്റ്റമാണ്. 0യും 1ഉം ഇലക്ട്രിക്കലി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു തരാം. ഇവിടെ ഞാൻ 9 വോൾട്ടിൻ്റെ ബാറ്ററിയും ഒരു LED ബൾബും റെസിസ്റ്ററും എടുത്തിട്ടുണ്ട്. ബാറ്ററിയിലേക്ക് ഈ LED ലൈറ്റ് കണക്ട് ചെയ്യുമ്പോൾ ഈ LED ഓൺ ആവും. ഇവിടെ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത് കൊണ്ടാണ് LED ഓൺ ആവുന്നത്. ഈ LED ഓൺ ആയ സ്റ്റേറ്റിനെ 1 എന്നും LED ഓഫ് ആയ സ്റ്റേറ്റിനെ 0 എന്നും റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ 0 അല്ലെങ്കിൽ 1 ആയ വാല്യൂകളെ ബിറ്റ് എന്നാണ് പറയുന്നത്. മെമ്മറി കാർഡിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ ഒരുപാട് സെക്ഷനുകളുണ്ട്. മെമ്മറി കാർഡിലെ പിന്നൗട്ടുകളാണ് ഈ ഡാർക്ക് കളറിൽ വരച്ചു വച്ചിരിക്കുന്നത്. അതിനുശേഷം വരുന്നത് കൺട്രോളിംഗ് സർക്യൂട്ടാണ്. സീരിയൽ ഡാറ്റയെ പാരലൽ ഡാറ്റയായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനും അവയെ കൺട്രോൾ ചെയ്യുന്നതിനും ഡാറ്റ എവിടേക്ക് സൂക്ഷിക്കണം എന്ന തീരുമാനങ്ങൾ എടുക്കുന്ന സെക്ഷനുകളാണ് ഇവ. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് കാർഡ് ഇൻ്റർഫേസ് കൺട്രോളർ എന്ന ഭാഗമാണ്. ഇനി ഇതിനെല്ലാം താഴെ വലിയൊരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മെമ്മറി കോർ എന്നാണ് ഇതിനെ പറയുന്നത്. ഈ മെമ്മറി കോറിൽ ഓരോ അറകളുണ്ട്. ഈ ഓരോ അറകളിലുമായിട്ടാണ് ഡാറ്റ സൂക്ഷിച്ചു വയ്ക്കുന്നത്. ഈ അറകളെ സെല്ലെന്നും വിളിക്കുന്നു. ഒരു സെല്ലിനകത്ത് 1 ബിറ്റ് ഡാറ്റയാണ് സൂക്ഷിക്കുന്നത്. ഇനി ഈ മെമ്മറി കോറിലെ സെല്ല് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. മെമ്മറി സെൽ ഉണ്ടാക്കുവാനായി IRF-Z441 എന്ന N ചാനൽ മോസ്ഫെറ്റാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ മോസ്ഫെറ്റിൻ്റെ ഗേറ്റ് പിന്ന് ഇതുപോലെ ഒരു വശത്തേക്ക് വളച്ചെടുക്കണം. അതിനുശേഷം ഈ മോസ്ഫെറ്റിനെ ഒരു ബ്രെഡ് ബോർഡിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി മോസ്ഫെറ്റിൻ്റെ ഡ്രെയിൻ പിന്ന് ഒരു ഹുക്കപ്പ് വയർ ഉപയോഗിച്ചുകൊണ്ട് ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവ് ട്രാക്കിലേക്ക് കണക്ട് ചെയ്യുക. ഇനി മോസ്ഫെറ്റിൻ്റെ സോഴ്സ് പിന്നിലേക്ക് ഒരു 220 ഓം റെസിസ്റ്റർ കണക്ട് ചെയ്യുക. ഇനി ഒരു LED ലൈറ്റ് എടുത്തിട്ട് അതിൻ്റെ നെഗറ്റീവ് ട്രാക്കിലേക്കും പോസിറ്റീവ് 220 ഓം റെസിസ്റ്ററിൻ്റെ മറ്റേ പിന്നിലേക്കും കൊടുക്കുക. ഇനി 9 വോൾട്ടിൻ്റെ ബാറ്ററി എടുത്തിട്ട് അതിൻ്റെ പോസിറ്റീവ് ബ്രെഡ് ബോർഡിൻ്റെ പോസിറ്റീവ് ട്രാക്കിലേക്കും നെഗറ്റീവ് ട്രാക്കിലേക്കും കണക്ട് ചെയ്യാം.
ഇനി ഈ PCBയുടെ പോസിറ്റീവ് ട്രാക്കിലേക്കും നെഗറ്റീവ് ട്രാക്കിലേക്കും മറ്റു 2 ജമ്പർ വയറുകൾ കൂടി കണക്ട് ചെയ്യുക. പോസിറ്റീവ് ട്രാക്കിലേക്ക് കണക്ട് ചെയ്യുന്ന ജമ്പർ വയറിൻ്റെ മറ്റേ അറ്റത്ത് ഒരു 220 ഓം റെസിസ്റ്ററും കൂടി കണക്ട് ചെയ്യണം. ഇനി പോസിറ്റീവ് ട്രാക്കിൽ കണക്ട് ചെയ്ത ജമ്പർ വയർ എടുത്തിട്ട് ഈ മോസ്ഫെറ്റിൻ്റെ ഗേറ്റിൽ ടച്ച് ചെയ്യുമ്പോൾ LED ബ്ലിങ്ക് ആവുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നെഗറ്റീവിൽ കണക്ട് ചെയ്തിട്ടുള്ള ജമ്പർ വയർ എടുത്തിട്ട് മോസ്ഫെറ്റിൻ്റെ ഗേറ്റിൽ കൊടുക്കുമ്പോൾ LED ഓഫ് ആവും. ഇനി പോസിറ്റീവ് വയർ എടുത്തുകൊണ്ട് വീണ്ടും ഈ ഗേറ്റിലേക്ക് ടച്ച് ചെയ്യാം. അപ്പോൾ LED ഓൺ ആവും. ഇതൊരു മെമ്മറി സെല്ലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ഈ സർക്യൂട്ടിൽ നിന്നും ബാറ്ററി ഡിസ്കണക്ട് ചെയ്യണം. കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ ബാറ്ററി ഇതിലേക്ക് കണക്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു LED ഓൺ ആയിരുന്നാൽ അത് 1 ആയിട്ടും LED ഓഫ് ആയിരുന്നാൽ അത് 0 ആയിട്ടുമാണ് അസ്യൂം ചെയ്യുന്നത് എന്ന്. ഇനി ഇതിലേക്ക് ബാറ്ററി കൊടുത്തു നോക്കാം. അപ്പോൾ LED ബ്ലിങ്ക് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൽ ബൈനറി നമ്പർ 1 ആണ് സേവ് ആയിരിക്കുന്നത്. അടുത്തതായിട്ട് നെഗറ്റീവ് വയർ ഇതിൻ്റെ ഗേറ്റിലേക്ക് കൊടുക്കുമ്പോൾ LED ഓഫ് ആവും. ബാറ്ററി കണക്ഷൻ റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ LED 0 സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. 3 മോസ്ഫെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് 3 ബിറ്റ് മെമ്മറി സെല്ല് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാം. 101 എന്ന ബൈനറി വാല്യൂ ആണ് ഞാനിവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഇതിനെ ഡെസിമൽ വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 5 എന്ന സംഖ്യയാണ് കിട്ടുന്നത്. ഇനി ബാറ്ററി കണക്ഷൻ റിമൂവ് ചെയ്തിട്ട് വീണ്ടും കണക്ട് ചെയ്യാം. ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത 101 എന്ന ബൈനറി വാല്യൂ ആണ് കിട്ടുന്നത്. ഇനി മറ്റൊരു വാല്യൂ സ്റ്റോർ ചെയ്ത് നോക്കാം. ഞാനിവിടെ സ്റ്റോർ ചെയ്യുന്നത് 110 എന്ന ബൈനറി വാല്യൂ ആണ്. ഇതിൻ്റെ ഡെസിമൽ വാല്യൂ 6 ആണ്. നേരത്തെ പോലെ തന്നെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ട് വീണ്ടും കണക്ട് ചെയ്ത് നോക്കാം. നേരത്തെ സ്റ്റോർ ചെയ്ത അതേ വാല്യൂ തന്നെയാണ് നമുക്ക് വീണ്ടും ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇതുപോലുള്ള കോടിക്കണക്കിന് മെമ്മറി സെല്ലുകൾ കൊണ്ടാണ് മെമ്മറി കോർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ മോസ്ഫെറ്റ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ ബിറ്റുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മെമ്മറി സെല്ലുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ സ്റ്റോർ ചെയ്യുന്നത് പാരലൽ ഡാറ്റയാണ്. ഇതിനെ സീരിയൽ ഡാറ്റ ആക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലക്സറുകൾ പോലുള്ള പ്രത്യേകതരം സർക്യൂട്ടുകൾ ഉപയോഗിക്കണം. അതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മെമ്മറി കാർഡിൻ്റെ പ്രവർത്തനത്തെ പറ്റിയും അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾക്കായി നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമൻ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.